ഹലോ +1 സ്റ്റുഡൻസ്, നമ്മൾ എക്കണോമിക്സിൽ എടുത്തിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്ന് അഗ്രികൾച്ചർ സെക്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചർ സെക്ടറിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കാർഷിക ഉൽപ്പാദനം കുറയാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചു. ഇനി നമ്മളിന്ന് എടുക്കാൻ പോകുന്നതിൽ ആ ചാപ്റ്ററിൻ്റെ പേര് ഇതാണ് അല്ലേ, ഡ്യൂ ടു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ദർ ഈസ് സ്ലോ ഗ്രോത്ത് ഓഫ് എക്കോണമിക് ഡെവലപ്മെൻറ്റ് ഓർ സ്ലോ ഗ്രോത്ത് ഓഫ് ദി എക്കോണമി. The reasons for this are where number first, stagnation in agriculture. That is, we are discussed in detail what were the causes for the stagnation of agriculture during this British period. Then second one is industrial sector. That is economic development of a country. Industries are too important compared to agriculture, because we people are concerned, we required large quantities of industrial products. That is why industrial development is essential for agricultural development. That is India during the British period, India, that is where before the Britishers came to India, India's industries mainly handicrafts. These handicrafts, otherwise called traditional industries, പരമ്പരാഗത വ്യവസായങ്ങൾ. ഈ പരമ്പരാഗത വ്യവസായങ്ങളായിരുന്നു ഒന്ന് കോട്ടൺ ടെക്സ്റ്റൈൽ, രണ്ട് ജൂട്ട് മാനുഫാക്ചറിങ് ചണ വ്യവസായം, മൂന്ന് ദാറ്റ് ഈസ് ഹാൻഡിക്രാഫ്റ്റ്സ് കരകൗശല വ്യവസായങ്ങൾ എക്സെട്ര ആർ ദ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ. ദാറ്റ് ഈസ് വെൻ ദ ബ്രിട്ടീഷേഴ്സ് കെയിം ടു ഇന്ത്യ ദാറ്റ് ഈസ് ദേ കൺവേർട്ടഡ് ഇന്ത്യ ഇൻറ്റു that is a mere exporter of finished products and importer of raw materials. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ടും എന്ത് ചെയ്തു? നിർമ്മിത വസ്തുക്കളുടെ ഇറക്കുമതിക്കാരും അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിക്കാരുമായിട്ട് മാറി. അഥവാ ദേ ഫോളോഡ് എ സ്റ്റെപ്പ് മദർലി പോളിസി ടുവേഡ്സ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. അഥവാ ഇന്ത്യൻ വ്യവസായങ്ങളുടെ ഒരു ചിറ്റമ്മ നയം. അതെന്ന് വെച്ചാൽ ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയാണ് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ പാട്ടുവയർതി, ഒന്ന് ഹാൻഡിക്രാഫ്റ്റ്സ്, രണ്ടാമതായിട്ട് ജൂട്ട് ഇൻഡസ്ട്രി ചണ വ്യവസായം, സിൽക്ക് മാനുഫാക്ചറിങ് സിൽക്ക് വ്യവസായം തുടങ്ങിയവയായിരുന്നു ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം മൂലം ഈ പരമ്പരാഗത വ്യവസായങ്ങൾ തകർത്തതിൻ്റെ കാരണം എന്താ? അവരുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കണം, ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ റാ മെറ്റീരിയൽ കയറ്റി അയക്കണം. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്ക് സംഭവിച്ചത് എന്താ? ഇന്ത്യയുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് തകർന്നു, പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം നശിച്ചു. അല്ലേ ആസ് എ റിസൾട്ട് ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദിസ് ഡിക്ലൈൻ ഓഫ് ദീസ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ വെയർ ദ ഫോളോയിങ്. നമ്പർ ഫസ്റ്റ്, മാസ് അൺഎംപ്ലോയ്മെൻറ്റ്. ഈ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് എന്ത് ചെയ്തു? ഇന്ത്യയിലെ എന്ത് ചെയ്തു? മാസ് അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ബഹുജന തൊഴിലില്ലായ്മ. രണ്ടാമതായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു? നിർമ്മിത വസ്തുക്കളുടെ ഒരു ഇറക്കുമതിക്കാരും ഒപ്പം അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിക്കാരുമായിട്ട് മാറ്റി. അപ്പോൾ റിസൾട്ട് എന്താ? ഒന്ന്, മാസ് അൺഎംപ്ലോയ്മെൻറ്റ്. കൈത്തൊഴിൽ ചെയ്തിരുന്ന ആളുകൾക്ക് വൻതോതിൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കപ്പെട്ടു. രണ്ടാമതായിട്ട് ഇന്ത്യ ബിക്കെയിം ആൻ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ദാറ്റ് ഈസ് ദിസ് വാസ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. ദാറ്റ് ഈസ് വൈ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് ക്രിയേറ്റഡ് മാസ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യയെ എന്തായിട്ട് മാറ്റി? നിർമ്മിത വസ്തുക്കളുടെ ഇറക്കുമതിക്കാരും പിന്നെ അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിക്കാരുമായിട്ട് മാറ്റി. എന്നാൽ നമ്മൾ കണ്ടു ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു തന്ന ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ 20th സെഞ്ച്വറി. ബ്രിട്ടീഷുകാർ ഭരിച്ച 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടിയാണ് പരിമിതമായ ദാറ്റ് ഈസ് ലിമിറ്റഡ് മോഡേൺ ഇൻഡസ്ട്രീസ് വെയർ സ്പ്രാങ് അപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ
20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടിയാണ് നിലവിൽ വന്നത്. അതിൽ വന്ന ആദ്യത്തെ വ്യവസായം അല്ലേ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ 1907. 1907 ദ ഫസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല അല്ലേ. അതിൻ്റെ പേരെന്താ? ടിസ്കോ ടാറ്റ അല്ലേ. നോക്കിക്കേ അല്ലേ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ജംഷഡ്പൂർ ഇൻ ബീഹാർ അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ആരംഭിച്ച ആധുനിക വ്യവസായങ്ങൾ അല്ലേ. നെയ്യും ദ മോഡേൺ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ടഡ് അല്ലേ ദ ബിഗിനിങ് ഓഫ് ദ 20th century. ഫസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി അല്ലേ. ഇയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 1907 അല്ലേ. വെയർ ജംഷഡ്പൂർ അല്ലേ, ജംഷഡ്പൂർ ബൈ ടാറ്റ അല്ലേ. രണ്ടാമത് ആരംഭിക്കുന്ന വ്യവസായമാണ് അല്ലേ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പരുത്തി തുണി വ്യവസായം. ദാറ്റ് വാസ് അല്ലേ മെയിൻലി സ്റ്റാർട്ടഡ് ഇൻ അല്ലേ മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇവിടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക തുണിമില്ലുകൾ, ദാറ്റ് ഈസ് മോഡേൺ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ദെൻ തേർഡ് ഈസ് അബൌട്ട് ജൂട്ട് ഇൻഡസ്ട്രി, ചണ വ്യവസായം. അതിന് മുൻപും ചണ വ്യവസായം ഉണ്ടായിരുന്നു, പക്ഷേ അത് അതായത് അല്ലേ കൈകൊണ്ട് നിർമ്മിക്കുന്ന അല്ലേ പരിമിതമായ മെഷീനറി കൊണ്ട് കൈകൊണ്ട് നിർമ്മിക്കുന്ന ചണ ഉൽപ്പന്നങ്ങളായിരുന്നു. അപ്പോൾ ആധുനിക ചണ വ്യവസായം ആരംഭിച്ചതും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. ദാറ്റ് ഈസ് ഇൻ ബംഗാളിലാണ് ആധുനിക ചണ വ്യവസായം ആരംഭിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഷുഗർ ഇൻഡസ്ട്രീസ്, പഞ്ചസാര വ്യവസായം. അതായത് അല്ലേ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് അല്ലേ തമിഴ്നാട് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ആധുനിക ചണ വ്യവസായം നിലവിൽ വരുന്നു. ചണ വ്യവസായം. ദെൻ അനദർ വൺ ഈസ് സിമെൻറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, രണ്ട് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, മൂന്നാമത് ജൂട്ട് ഇൻഡസ്ട്രി വെയർ ബംഗാൾ അല്ലേ. അടുത്തായിട്ട് വരുന്നതാണ് അതൊക്കെ സിമെൻറ്റ് ഇൻഡസ്ട്രി, നിർമ്മാണ വ്യവസായങ്ങൾക്ക് സിമെൻറ്റ് ഇൻഡസ്ട്രി. ദെൻ അനദർ വൺ ഈസ് ഷുഗർ ഇൻഡസ്ട്രി, പഞ്ചസാര വ്യവസായം. ദെൻ നെക്സ്റ്റ് ഈസ് ചണ വ്യവസായം, പരുത്തിത്തുണി വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം അല്ലേ. പേപ്പർ ഇൻഡസ്ട്രി, പേപ്പർ വ്യവസായം, അച്ചടി പുസ്തക നിർമ്മാണ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ അല്ലേ ദാറ്റ് ഈസ് മാനുഫാക്ചറിങ്ങോ പേപ്പർ മിൽ. ആ കാലഘട്ടത്തിൽ വന്ന പേപ്പർ മില്ലാണ് ഇവിടെ കൊല്ലം ജില്ലയിലുള്ള പുനലൂർ പേപ്പർ മില്ല് അല്ലേ. അപ്പോൾ ചോദ്യം നോക്കിക്കേ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ച ആധുനിക വ്യവസായങ്ങൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ജൂട്ട് ഇൻഡസ്ട്രി, ഷുഗർ ഇൻഡസ്ട്രി, സിമൻറ്റ് ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി അല്ലേ. ദെൻ നെക്സ്റ്റ് ഈസ് ദാറ്റ് ഈസ് ദീസ് ഇൻഡസ്ട്രീസ് അല്ലേ വെയർ സ്റ്റാർട്ടഡ് ബൈ ദ ഇന്ത്യൻസ് ഓർ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയിൽ. എന്നാൽ വളരെ കൂടുതൽ ലാഭം കിട്ടുന്ന ചണ വ്യവസായം, കാരണം ഇന്ത്യ എൻജോയ്ഡ് ദ മൊണോപ്പൊളി ഓഫ് ജൂട്ട് പ്രോഡക്ട്സ്. ചണ വ്യവസായങ്ങളുടെ കുത്തക ഇന്ത്യയ്ക്കാണ്. അപ്പോൾ കൂടുതൽ ലാഭം കിട്ടുന്നത് കൊണ്ട് ചണ വ്യവസായം ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ വ്യവസായങ്ങൾ ആരംഭിച്ചെങ്കിലും നമുക്ക് വ്യവസായങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം. ഇൻഡസ്ട്രീസ് വെയർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു ടു. ദേ ആർ അല്ലേ ഇതൊക്കെ അല്ലേ ലാർജ് സ്കെയിലിൻ്റെ ഇതൊക്കെ കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രീസും ആൻഡ് നെക്സ്റ്റ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസും. കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രി, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി അല്ലേ, ഉപഭോക്തൃ വ്യവസായങ്ങളെന്നും. ഒപ്പം നോക്കിക്കേ യന്ത്ര വ്യവസായങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ആരംഭിച്ചതെല്ലാം ഉപഭോക്തൃ വ്യവസായങ്ങളാണ്, കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രിയാണ്. അവിടെയൊക്കെ പേപ്പർ, സിമൻറ്റ്, അതൊക്കെ അല്ലേ സിമൻറ്റ് അല്ലേ, തുണിത്തരങ്ങൾ, ചണ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം കൺസ്യൂമർ ഗുഡ്സാണ്. അപ്പോൾ രാജ്യത്ത് അടിസ്ഥാനപരമായിട്ട് അല്ലേ ഇൻഡസ്ട്രീസ് ആർ ഡെവലപ്ഡ് ഒൺലി വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, ദാറ്റ് ഈസ് മെഷീനറി അല്ലേ. യന്ത്ര വ്യവസായം ഡെവലപ്പ് ചെയ്തെങ്കിലേ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടൂ. എന്നാൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കൂടുതൽ ആരംഭിച്ചില്ല, ദാറ്റ് ഈസ് അല്ലേ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഓർ അതർവൈസ് അല്ലേ മെഷീനറീസ്. ദാറ്റ് ഈസ് ദ ഇൻഡസ്ട്രീസ് ഒൺലി ദ ക്യാപിറ്റൽ ഗുഡ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദി ബ്രിട്ടീഷ് പീരീഡ് വെയർ ഒൺലി ലൈറ്റ് ക്യാപിറ്റൽ ഗുഡ്സ്, ലഘു യന്ത്രങ്ങൾ എന്ന് വെച്ചാൽ അല്ലേ അധികം ചെറുകിട യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ് നിലവിൽ വന്നത്. വൻകിട യന്ത്രങ്ങളെല്ലാം ബ്രിട്ടനിൽ നിന്ന് എന്ത് ചെയ്തു, ഇറക്കുമതി ചെയ്തു. ദിസ് ഈസ് അബൌട്ട് അല്ലേ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്.
എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കാർഷിക മേഖല അധപ്പതിച്ചതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വ്യവസായങ്ങൾക്കും പുരോഗതി ഉണ്ടായില്ല.